അന്നേരം ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു മീൻ ഫ്രൈ ആണ്. അതിനുവേണ്ടി ചെറിയ അയില ഒരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ കണ്ണുള്ള ചെറിയ അയില. ഇനി നമുക്ക് നല്ലപോലെ ഇത് കെട്ടി സിമ്പിളായിട്ട് മസാലയും കൊണ്ട് തേച്ച് അടിപൊളിയായിട്ട് ഇവനെ ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കണം. അന്നേരം മീനൊക്കെ നമ്മൾ നല്ലപോലെ വെട്ടി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. സിമ്പിളായിട്ടുള്ള മസാല ചേർത്ത് അങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് കൊടുക്കണം. ഇനി നമുക്ക് മസാലയ്ക്കുള്ള പൊടി ഐറ്റങ്ങളെല്ലാം കൊണ്ട് റെഡിയാക്കാം. ആദ്യം ഒരു അല്പം മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഒരു 1.25 സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന് ഒരല്പം കൂട്ടിയിടണം. നല്ല മീനിനൊക്കെ പിടിച്ച് നല്ല കറക്റ്റ് സെറ്റാകും. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീരങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു 1/2 സ്പൂൺ കടുകെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഇതൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അന്നേരം മസാലയൊക്കെ നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മീനയിലോട്ട് ഇത് നല്ലപോലെ തേച്ചങ്ങോട്ട് പിടിപ്പിക്കാം. മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് അങ്ങോട്ട് വെക്കാം. മസാലയെല്ലാം നമ്മുടെ മീനയിലൊക്കെ ഉണ്ട് പിടിച്ചിട്ട് വേണം നമുക്ക് എടുത്തോണ്ട് ഫ്രൈ ആക്കാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ എല്ലാം എടുത്ത് ഫ്രൈ ആക്കുന്നില്ല, ഒരു 4 എണ്ണം എടുത്ത് ഫ്രൈ ആക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ ഡപ്പയ്ക്കകത്ത് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണ് പിന്നെ എടുത്ത് ഫ്രൈ ആക്കാൻ വേണ്ടി. ഇനി നല്ലപോലെ നമ്മുടെ മസാലയൊക്കെ പിടിക്കട്ടെ. എന്നാൽ നമ്മൾ മീൻ വറക്കാനായിട്ട് തവയെല്ലാം വെച്ച് എണ്ണയെല്ലാം ഒഴിച്ച് നല്ലൊരു ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൊടുക്കും. എന്നിട്ട് നമുക്കിനി മീൻ അങ്ങോട്ട് കൊടുക്കാം. എന്നാൽ 4 മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ കൊണ്ട് ഫ്രൈ ആക്കി കൊണ്ടെടുക്കാം. ഇനി നമുക്ക് മീനൊന്ന് തിരിച്ചിടാം. ഒരു സൈഡൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സൈഡിലൂടെ ഇനി നല്ലപോലെ കിടന്നോട്ടെ ഫ്രൈ ആകട്ടെ. അന്നേരം നമ്മുടെ മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് കൊണ്ട് മാറ്റാം. അന്നേരം നമ്മുടെ അയില നല്ലപോലെ ഫ്രൈ ആക്കി അവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൊക്കെ ഒരല്പം സവാളയൊക്കെ കൊണ്ട് വെച്ച് പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. മീൻ ഫ്രൈയുടെ കൂടെ സവാളയൊക്കെ കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ കിടിലൻ അയില ഫ്രൈ ഇവിടെ റെഡിയായി.